ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് യോഗത്തിൽ. പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത്. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിലാണ് രാഹുലും എത്തിയത്. യോഗമല്ല നടന്നതെന്ന വിശദീകരണവുമായി രാഹുലും രംഗത്തെത്തി. നേതാക്കളോടൊപ്പം ഒരുമിച്ചിരിക്കുക മാത്രമാണ് ചെയ്തതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഔദ്യോഗിക യോഗത്തിൽ ഒരു യോഗം തന്നെ നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോടി വെച്ചിട്ടാണോ കൂടുന്നത്? ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. അത് യോഗമല്ലെന്ന്. യോഗമാണെങ്കിലല്ലേ യോഗമാണെന്ന് പറയും. ഇപ്പൊ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗം ചേർന്നു എന്ന് പറയും. രാഹുൽ അതുവഴി പോയപ്പോൾ ഓഫീസിൽ കയറിയതാണെന്നാണ് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പന്റെ വിശദീകരണം. രാഹുലിനെ ആരും വിളിച്ചിട്ടില്ലെന്നും പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രാഹുൽ പോയതെന്നും തങ്കപ്പൻ കൂട്ടിച്ചേർത്തു. കണ്ണാടിയിൽ അങ്ങനെ ഒരു യോഗം നടന്നില്ലാന്ന് എൻ്റെ അറിവ്. ഇലക്ഷൻ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകർ തമ്മിൽ കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ കൂടെ കടന്നു പോകുമ്പോൾ പിന്നെ ആളുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറിപ്പോയി എന്ന് മാത്രമല്ലാതെ പിന്നെ മറ്റു വികസന കാര്യത്തെക്കുറിച്ചിട്ട് ആരുടെടുത്തൊന്ന് സംശയം ചോദിക്കാൻ പോയി എന്നാണ് എൻ്റെ അറിവ്. അല്ലാതെ മീറ്റിംഗ് പങ്കെടുക്കുകയും ഔദ്യോഗികമായി മീറ്റിംഗ് നടക്കുകയോ ചെയ്തിട്ടില്ല. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന MLA, ആ MLAയെ കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന കാഴ്ചകൾ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക യോഗത്തിലടക്കം MLA പങ്കെടുക്കുന്നത്. വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ MLA നിരവധി പെൺകുട്ടികളുടെ ഗർഭചിത്രത്തിന് മറ്റുമൊക്കെ നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന പശ്ചാത്തലത്തിലായിരുന്നു കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു എന്നുള്ളത് അറിയിച്ചത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുത്തില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുമായിട്ടും മറ്റുമൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലായിടത്തും MLA എന്ന നിലയ്ക്ക് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിലും യോഗങ്ങളിലും വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കണ്ണാടിയിലാണ് ഇത്തരത്തിൽ കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുകളിലുള്ള ഒരു മുറി, അവിടെ അടച്ചിട്ട മുറിയിൽ നടന്ന യോഗം. ആ യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. കണ്ണാടി മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പങ്കെടുത്തിരുന്നു. മണ്ഡലം പ്രസിഡന്റായ പ്രസാദ് കണ്ണാടി ഉൾപ്പെടെ ഉള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ ഇവർ ഒരു യോഗം ചേരുന്നു എന്നുള്ള വിവരം അറിഞ്ഞതോടെ നമ്മൾ മാധ്യമങ്ങൾ അവിടേക്ക് എത്തി. മാധ്യമങ്ങൾ എത്തി ഏകദേശം അരമണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ ഇവർ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് പുറത്തേക്ക് വന്നതും രാഹുൽ ഇത്രയേറെ മാധ്യമങ്ങൾ താഴെയുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടെ തന്നെ പിന്നീട് താൻ ഇത് തെരഞ്ഞെടുപ്പ് യോഗമല്ല, കോൺഗ്രസിന്റെ യോഗമല്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ കോൺഗ്രസിന്റെ യോഗത്തിലേക്ക് രാഹുൽ പോയത് സ്വന്തം MLA എന്ന ബോർഡ് വെച്ചിട്ടുള്ള സ്വന്തം വാഹനം ഒഴിവാക്കി മറ്റൊരു കാറിൽ കയറിയാണ് ഈ പരിപാടി സ്ഥലത്തേക്ക് പോയത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും അത്തരത്തിലൊരു യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ മുന്നിൽ ഈ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ആ ഒരു കാപ്പട്യം തുറന്നു കാട്ടപ്പെട്ടതോടുകൂടെ തന്നെ നിക്കക്കള്ളിയില്ലാത്ത നിലയായതോടുകൂടെ തന്നെ രാഹുൽ അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ DCC അധ്യക്ഷനായ തങ്കപ്പനോടും ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ അതുവഴി പോയപ്പോൾ ഈ പാർട്ടി ഓഫീസിലേക്ക് കയറിയതാണ്, അല്ലെങ്കിൽ ഈ ക്ഷീരസഹകരണ സംഘത്തിന്റെ മുകളിലുള്ള മുറിയിലേക്ക് ചുമ്മാ കയറിയതാണ്, അവിടുത്തെ ഒരു റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി തിരക്കുന്നതിന് വേണ്ടി കയറിയതാണ് എന്നുള്ളതായിരുന്നു തങ്കപ്പൻ പറഞ്ഞത്. അപ്പോഴും അരമണിക്കൂറോളം മാധ്യമങ്ങൾ താഴെ ഉണ്ടായിരുന്നു. ചുമ്മാ കയറിയതല്ല, കൃത്യമായ യോഗമാണ് നടന്നത് എന്നുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് അരമണിക്കൂറോളം നേരം അവിടെ യോഗം നടക്കുന്നത് മാധ്യമങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ DCC അധ്യക്ഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസ് ഒരു വശത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ പുറത്താക്കിയെന്ന് പറയുന്നു. മറുവശത്താണെങ്കിൽ പാർട്ടിയുടെ തന്നെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിന്റെ കാപ്പട്യം തന്നെയാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും രാഹുലിനെതിരെ വലിയ നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന VD സതീശൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്.